ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുമ്പളങ്ങ തേങ്ങ അരച്ചൊരു കറി വെക്കാം. ഈ കുമ്പളങ്ങ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ കുമ്പളങ്ങ ഞാനിങ്ങനെ ചെറിയ പീസസായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 7 കപ്പുണ്ട്. പിന്നെ വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം 1.5 കപ്പുണ്ട്. 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടൊമാറ്റോ, 3/4 കപ്പ് തേങ്ങ വറുത്തത്, വെള്ളം 2 കപ്പ്, 2-3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഹോൾ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഈ തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് ഈ ഹോൾ കുരുമുളകും പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഈ തേങ്ങ നേരത്തെ വറുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറാനും കൂടെയാണ് ഞാനിങ്ങനെ ഈ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഈ കളറാകുമ്പോൾ ഈ ഹോൾ സ്പൈസസും ഈ കുരുമുളകും എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആ തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒനിയനിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി വേഗം വഴകാൻ ആവശ്യമായത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 5 മിനിറ്റായിട്ട് ഞാൻ ഈ ഉള്ളി വഴറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കരിയാപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞ് ചേർക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് കഴുകി ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളം ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ കുമ്പളങ്ങ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 2 കപ്പ് വെള്ളം തേങ്ങ അരയ്ക്കാനും അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പോടെ ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ കുമ്പളങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കറിയുടെ മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന കരിയാപ്പില ഇതിനകത്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. കടുക് താളിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.